മറയൂരിൽ നിന്ന് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇനി നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ്. അപ്പോൾ മൂന്നാറിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ കാണട്ടെ നമ്മുടെ ബച്ചാമാരുണ്ട്, നമ്മുടെ വിനോദുണ്ട്. ഇപ്രാവശ്യം നമ്മളെ ഗൈഡായിട്ട് നമ്മുടെ വിനോദാണ്. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്രയാണ്. മൂന്നാർ അപ്പോൾ നമുക്കെല്ലാം എങ്ങനെയുണ്ട് മൂന്നാറിലെ വിശേഷങ്ങൾ? മൂന്നാർ വിശേഷങ്ങളും ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ മൂന്നാറിലേക്കാണ്. ഇപ്പം ഏകദേശം മറയൂരിൽ നിന്ന് 40 കിലോമീറ്ററാണ്. 40 കിലോമീറ്ററാണ് മൂന്നാർ ടൗണിലേക്ക്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ കാണുന്ന മാട്ടുപ്പെട്ടി, പിന്നെ ഹിൽ സ്റ്റേഷൻ, കൊണ്ടല ഡാം, അങ്ങനെയുള്ള കാഴ്ചകളാണ്. ഏകദേശം നമ്മൾ മറയൂരിൽ നിന്ന് 8 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ ഫുള്ള് പ്ലാന്റേഷൻ ആണ്. അതായത് ടീ പ്ലാന്റേഷന്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഫുള്ള് പച്ചപ്പായിരിക്കും. ആ വിശേഷം നമ്മൾ അറിയിക്കുന്നതാണ്. ഇനി പോകുമ്പോൾ നമ്മൾ അത് കവർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ മച്ചാമാർ നിങ്ങൾ പേര് പറയണ്ട എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ? എല്ലാവരും പറഞ്ഞിട്ടില്ല. നമ്മുടെ പേര് യോയോ കണ്ണൻ. അടുത്ത അനന്തു. എന്റെ പേര് അഖിലേ. ആര്യൻ. അപ്പൊ ഇപ്രാവശ്യത്തെ വെറൈറ്റി സംഭവം എന്നറിയാമോ? ലുങ്കിയാണ്. ലുങ്കി, അതുപോലെ തന്നെ ഒരു സൈഡ് ഗ്ലാസിന്റെ ഒരു സൈഡ് പോയിട്ടുണ്ട്. ഇത് വിദേശത്ത് നിന്ന് ഇറക്കുമതിയ ഗ്ലാസ് ആണ്. അതുകൊണ്ട് അതിന് ഒറ്റ ഇതേ ഉള്ളൂ. ഒറ്റ ഇതേ ഉള്ളൂ. ക്യാമറമാനെ അവിടെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഒറ്റ ഗ്ലാസിലും ഈ ലുങ്കിയിലും ആദ്യമായിട്ട് ഒരു വെറൈറ്റി ബ്ലോഗ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണേ. കേറുവാ ഓഫ് ചെയ്തോടാ. അപ്പൊ ക്യാമറമാൻ സുഹൃത്തോടൊപ്പം ഞങ്ങൾ മൂന്നാറിന്റെ വിശേഷങ്ങളുമായി. മറയൂരിൽ നിന്നും നേരെ മൂന്നാറിലേക്ക്. മറയൂർ കുന്നുകളാലും കരിമ്പിൻപാടങ്ങളാലും സമൃദ്ധമായൊരു സ്ഥലം. എവിടെ നോക്കിയാലും പച്ചപ്പിൻ്റെ ഒരു സമൃദ്ധി. മൂന്നാറിലേക്ക് പോകുന്ന യാത്രയിൽ ഒരു കരിമ്പിൻപാടം കണ്ടു. കുറച്ചു നേരം അവിടെ ഇറങ്ങി. മറയൂരിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ വലിയ കരിമ്പിൻതോട്ടം. പച്ചപ്പാർന്ന് പൂത്തു നിൽക്കുന്ന ഒരു വലിയ കരിമ്പിൻതോട്ടം. എന്ന വൈബാണെന്ന് അറിയാമോ? ഇത് കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് മച്ചാമാരെ. അതാണ് പവർ. അതെ, മൂന്നാർ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതാ എന്നാ രസമാണ്. നമുക്ക് ഇത് കറക്റ്റ് പറഞ്ഞാൽ പിന്നെ കരിമ്പിൻ തോട്ടമാണ്. നമുക്ക് കുറച്ചു നേരം കരിമ്പിൻ തോട്ടത്തിൽ കയറി ഇതിനകത്ത് വേലി കിട്ടിക്കൊണ്ട് മയില് ചാടി കയറി. അങ്ങ് ദൂരെ ആകാശത്തെ തൊട്ട് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന പർവ്വത പ്രദേശം. രാവിലെ ആയതിനാൽ തിമകണങ്ങൾ പെയ്തിറങ്ങി ഹരിത ഭംഗിയാർന്ന മറയൂർ പട്ടണം. മറയൂരിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂന്നാറിലെത്താം. യാത്രയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മഞ്ഞുമൂടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മനോഹരമായ കുന്നിൻ പ്രദേശങ്ങളുമാണ്. മൂന്നാർ മറയൂർ യാത്രയിൽ നമുക്കുണ്ടായ വാഹന സംബന്ധമായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. മൂന്നാറിൽ നിന്നും മറയൂരേക്ക് വരുന്നവർ വാഹനങ്ങളിൽ പ്രധാനമായും ഇന്ധനം നിറച്ചിട്ട് വേണം മറയൂരെത്താൻ. കാരണം ഇവിടെ ഒരു പെട്രോൾ പമ്പാണുള്ളത്. ടൂറിസം മേഖലയായതിനാലും നല്ല തിരക്കുള്ള സ്ഥലമായതിനാലും ഇന്ധനത്തിൻ്റെ ദൗർലഭ്യം പലപ്പോഴും ഈ പമ്പിൽ ഉണ്ടാവാറുണ്ട്. മറയൂരിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മറയൂർ ആ ഒരു സ്ഥലവാസി നമ്മുടെ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മറയൂരിൻ്റെ വിശേഷങ്ങൾ കുറച്ചുകൂടി ചോദിച്ചറിയാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൊറോണ പ്രശ്നങ്ങൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് മറയൂർ എങ്ങനെയുണ്ട് നമ്മുടെ കൊറോണ പ്രശ്നം? നമുക്ക് മറയൂരിൽ കൊറോണ പറയുന്ന ഒന്നുമില്ല. എന്നാ വെച്ചാൽ നമുക്ക് കൊറോണ നമ്മൾ കൊണ്ടുവരത്തില്ല. ഞങ്ങൾ എപ്പോഴും ഇതുപോലെ സേഫ്റ്റിക്ക് നല്ല ഹരിത ഭൂമിയായ അടിപൊളിയായിട്ട് തന്നെ വൈബ്. ഓക്കെ, പേരെന്തുവാ? എൻ്റെ പേര് ശിവകുമാർ. വീട് ഇവിടെ തന്നെയാണല്ലേ? പട്ടിക്കാട് തന്നെ. അപ്പോൾ മറയൂരിന്റെ വിശേഷങ്ങളായി നമ്മൾ വീണ്ടും യാത്രയാവാണ്. മറയൂരിൽ നിന്നും മൂന്നാറിലേക്ക് ചുരം കയറുകയാണ്. ടൂറിസ്റ്റ് മേഖലയായതിനാൽ റോഡ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്.
മൂന്നാറിലേക്ക് പോകുന്നവർ മറയൂർ സന്ദർശിക്കാതെ പോകുന്നത് ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും. റോഡിൻ്റെ ഇരു സൈഡുകളിലും പച്ചപ്പ് കൊണ്ട് സമർത്ഥമായി നിൽക്കുന്ന കുന്നിൻ പ്രദേശം. ഇതിനിടയിൽ നമ്മുടെ വാഹനം റോഡിൻ്റെ സൈഡിൽ നിർത്തി പോകുന്ന യാത്രികർക്ക് എനർജറ്റിക്കലായിട്ട് ഒരു DJ പാർട്ടിയും നടത്തി നമ്മുടെ വക. DJ Unless. ചുരം കയറുന്ന ആ കാഴ്ചയുടെ തുടക്കത്തിൽ തന്നെ വളരെ മനസ്സിന് കുളിരണിയിക്കുന്ന കാഴ്ചകളാണ് കണ്ടു തുടങ്ങിയത്. മലമുകളിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. എന്തുവായാലും ഞങ്ങൾ അവിടെ നിർത്തി ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ടും കൂടി എടുക്കാമെന്നായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ തേയിലക്കൃഷി വികസിപ്പിച്ചെടുത്ത ഏക സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലങ്ങളിൽ തമിഴരും ചുരുക്കം ചില മലയാളികളും മാത്രമാണ് ഈ തേയിലത്തോട്ടങ്ങളിൽ താമസിച്ചിരുന്നത്. സായിപ്പന്മാരെ വളരെയധികം ആകർഷിച്ച ഒരു സ്ഥലമാണ് മൂന്നാർ. 1790-ലാണ് ബ്രിട്ടീഷുകാർ കണ്ണൻ ദേവൻ തേയിലക്കുന്നുകളിൽ വന്നത്. സായിപ്പന്മാരുടെ വരവ് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ ചെറുക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെയായിരുന്നു. എന്നാൽ അത് വേണ്ടി വന്നില്ല. 1817 മദ്രാസ് ആർമിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി കണ്ണൻ ദേവൻ പ്ലാന്റേഷന് രൂപം നൽകി. 1915 മൂന്നാറിൽ കൂടുതൽ തേയിലത്തോട്ടങ്ങൾക്ക് രൂപം നൽകി. ഏകദേശം 16ഓളം ഫാക്ടറികളും ആരംഭിച്ചു. മറയൂരിൽ നിന്നും ഏകദേശം മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം 10 കിലോമീറ്ററോളം മുകളിൽ ഞങ്ങൾ ചുരം കയറി നിൽക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5500 അടി ഉയരത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്.
നല്ല തിരക്കുണ്ട്. കൊറോണ ഇവിടെയും ഒരു വലിയ പ്രശ്നമല്ലെന്ന് തോന്നുന്നു. എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഇനി അടുത്ത സ്ഥലങ്ങളിലേക്കാണ്. ഗുരുകൃപ ഹോട്ടലിൽ നിന്നൊക്കെ നല്ല ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന മാട്ടുപ്പെട്ടിയാണ്. മാട്ടുപ്പെട്ടി വട്ടവട എന്ന സ്ഥലമല്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ വിനോദ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് മാട്ടുപ്പെട്ടിയുടെയും അതുപോലെ തന്നെ വട്ടവടയുടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മുടെ വിനോദ് സൈഡിലോട്ട് പോകുന്നിടത്താണ് ഈ ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇറങ്ങി സംഭവം ഇടുവാണ്. കണ്ടോ ആ ഏരിയയിലുണ്ടോ ഫുള്ള് ഗ്രീനറി മാത്രം. അതായത് തേയിലത്തോട്ടത്തിൻ്റെ ഒരു വൈബ് ഇവിടെ തന്നെ നല്ലോണം കാണാൻ പറ്റും. ഇവിടെ വേറെ സംഭവിച്ചൊരു ഈ വഴി പോകുന്നവർക്ക് ഒരു റൈഡിന് കുഞ്ഞ് റൈഡിനായിട്ട് ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈഡ് ചെയ്യാൻ പറ്റും. നേരെ ഒരു കുറച്ച് സ്ഥലങ്ങൾ അവരിവിടെ ഒന്ന് കൊണ്ട് കാണിക്കും. അതുകൊണ്ട് താഴ്ന്നുണ്ടോ വണ്ടി കയറി വരുന്നുണ്ടോ? ഈ വഴിയിലൂടെയുള്ള യാത്രയിൽ തന്നെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഒരു വ്യൂ കാണാൻ സാധിക്കും. ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം ദേവികുളം പഞ്ചായത്ത് മാട്ടുപ്പെട്ടിയിലാണ് മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഒരു സംഭരണിയാണ് ഈ അണക്കെട്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഏകദേശം ഫുഡ് കഴിച്ച് മൂന്നാറിൽ നിന്ന് തിരിച്ച് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് വന്നേക്കാണ്. നിങ്ങൾ കാണുന്ന വ്യൂ മൊത്തം മാട്ടുപ്പെട്ടി ഡാമാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലം എക്കോ പോയിന്റ് ആണ്. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് കുണ്ടല ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബോട്ടിംഗ് സൗകര്യവും കുറേ കാര്യങ്ങളും ആക്ടിവിറ്റീസുകളും ഈ ഒരു സ്ഥലത്തുണ്ട്. നമ്മൾ മൂന്നാർ വഴി പോകുന്നതിടയ്ക്ക്, അതായത് മാട്ടുപ്പെട്ടി റോഡാണിത്. ഈ മാട്ടുപ്പെട്ടി റോഡിൻ്റെ അവിടെ നിന്ന് കുണ്ടല എന്നൊരു ഡാമിൻ്റെ അടുത്തുണ്ട്. എന്ത് വിനോദേ വേറെ അവിടെ വിനോദേ കുണ്ടല ഡാമിന്റെ പ്രത്യേകം പറഞ്ഞു. ബ്രിഡ്ജ് കയറിയാണ് വരുന്നത്. ഒറ്റ ബ്രിഡ്ജ് കയറി വരുന്ന ഒരു സംഭവമാണ് കുണ്ടല ഡാം. അകത്ത് ഫുള്ള് പൈൻ മരങ്ങളാണ്. മൂന്നാറിൽ നിന്നും 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ കുണ്ടല ഡാമിലെത്താം. പൈൻമരങ്ങൾ കൊണ്ട് നിബിഡമായ ഒരു സ്ഥലമാണ് കുണ്ടല ഡാം. വരുന്ന സഞ്ചാരിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഇവിടെ സമ്മാനിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1700 മീറ്റർ ഉയരത്തിലാണ് കുണ്ടല ഡാം സ്ഥിതി ചെയ്യുന്നത്. ബോട്ടിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിനും പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കുണ്ടല ഡാമിൻ്റെ ഭാഗങ്ങൾ. മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വട്ടവടയായിട്ട് പോകുന്നത് അവിടെ മൊത്തം തടഞ്ഞു. കാരണം കൊറോണ പ്രശ്നങ്ങൾ അവിടെ ഭയങ്കര വിഷയമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡാമോടെ നമ്മൾ ഈ പ്രാവശ്യത്തെ മൂന്നാറിൻ്റെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വിനോദേ താങ്ക് യു. നല്ല വലിയൊരു സപ്പോർട്ടാണ് വിനോദ് ചെയ്തു തന്നത്. കാരണം വെച്ചാൽ എന്തെങ്കിലും കാര്യത്തിനുണ്ടെങ്കിൽ നമ്മൾ വിനോദിനെ വിളിച്ചാൽ മതി. വിനോദിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ മൂന്നാറിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ മുമ്പിൽ ഇനിയും വരുന്നതായിരിക്കും. കാരണം മൂന്നാർ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സംഭവം എന്നല്ല, കുറേ കാഴ്ചകളുണ്ട്. നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നിങ്ങൾ മുമ്പിൽ.
വരുന്നവർക്ക് മൂന്നാർ, വട്ടവട, മാട്ടുപ്പെട്ടി ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ മൂന്നാറിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു യാത്ര ട്രിപ്പ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടിപൊളി സംഭവം. ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ചാൽ പൊളിയാണ്. കാര്യം ഞാൻ ഞങ്ങളൊന്നും വീഡിയോ എടുത്തില്ല, ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വീഡിയോ എടുത്തില്ല. കാര്യം വെച്ചാൽ ഇതുപോലെ ഞങ്ങളല്ലാതെ വേറെ ആരും അടിച്ചു പൊളിച്ച ഒരു സംഭവം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രത്തോളം അടിപൊളിയായിരുന്നു. വരുന്ന ഒരാൾ പോലും എനർജറ്റിക്കലായിട്ട്, അതായത് ഞങ്ങൾ വരുന്ന യാത്രയിൽ ഒരു വാഹനത്തിലെ ഒരാൾക്കാർ പോലും നമ്മളുടെ വാഹനത്തിലെ ആ ഒരു എനർജി കണ്ട് കൂടുതലായിട്ട് എന്തോ അങ്ങനെ എനർജിയായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നല്ല ഇതാണ്. ഇവനെ വിളിച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ, വിട്ടോടെ. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാർ ട്രിപ്പ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. വീണ്ടും നമ്മൾ വിനോദനെ വിളിക്കാനായിരിക്കും. വട്ടവടയൊക്കെ പോകേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അപ്പോൾ വിനോദനെ വീണ്ടും അടുത്ത ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വട്ടവട ട്രിപ്പായിരിക്കും. അപ്പോൾ മൺഡേ വീണ ഇപ്പോൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ് ആണ്. ഓക്കെ, തബു മോഹൻ, SMB Media.online.